വൈഷ്ണവ മതത്തിൽ 108 പതികങ്ങളെപ്പറ്റി പറയുന്നു. അതിൽ 13 പതികങ്ങൾ ഈ വൈഷ്ണവ മഹാക്ഷേത്രങ്ങൾ കേരളത്തിലാണ്. ആ 13 എണ്ണത്തിൽ ഒരെണ്ണമാണ് തൃക്കാക്കര. തിരുവനന്തപുരം മുതൽ തിരുമിറ്റക്കോട് വരെ ഉള്ള പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 13 മഹാക്ഷേത്രങ്ങളിൽ തൃക്കാക്കര ഏറെക്കുറെ മധ്യഭാഗത്ത് ഉള്ള ഒരു പ്രധാന ക്ഷേത്രമാണ്. ഇക്കാലത്തും തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ സന്ദർശകർ തൃക്കാക്കര മഹാക്ഷേത്രത്തിലേക്ക് വരുന്നു. ആ ദ്രാവിഡ വംശത്തിൻ്റെ പഴയ ഐക്യം കേരളീയരുടെ അബോധ മനസ്സിലുള്ളതിനേക്കാൾ എത്രയോ അധികം തമിഴ്നാട്ടുകാരുടെ അബോധ മനസ്സിലുണ്ട് എന്ന് തോന്നിക്കത്തക്കവണ്ണം ഈ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ വന്ന് വാമനമൂർത്തിയെ ദർശിച്ച് പോകുന്ന തമിഴ്നാട്ടുകാരുടെ തീർത്ഥയാത്രാ സംഘം വർദ്ധിച്ച് വരികയാണ്. തൃക്കാക്കരയ്ക്ക് ഉള്ള കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രാധാന്യം, ഒരു കാലത്ത് ഇത് ചേരരാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു എന്നുള്ള വിശ്വാസവും ഏത് കാലം മുതൽക്ക് തുടങ്ങി എന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത വിധത്തിൽ വളരെ പഴക്കമുള്ള ഓണാഘോഷവും ആണ്. ഓണത്തിൻ്റെ തലസ്ഥാനവും ചേരരാജാക്കന്മാരുടെ തലസ്ഥാനവും രണ്ടുമായിരുന്നു തൃക്കാക്കര. ചേരരാജാക്കന്മാരെന്ന് വെച്ചാൽ ആദ്യത്തെ ചേരരാജവംശത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരു രാജാവായ ആട് കോട്ട് പാട്ട് ചേരലാതൻ എന്ന്, അത് ആട്ടവും പാട്ടും കൊട്ടും ഒക്കെ വളരെ അധികം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേരുണ്ടായതെന്ന് പറയുന്നു. ആടുകോട്ട് പാട്ട് ചേരലാതൻ അദ്ദേഹമാണത്രേ ഈ തൃക്കാക്കര ക്ഷേത്രം സ്ഥാപിച്ചത്, ആദ്യമായി പണിയിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ക്ഷേത്രം ആ ക്ഷേത്രമല്ല, അത് 1909 പുതുക്കി പണിത ക്ഷേത്രം ആണ്. ഇങ്ങനെ 108 പതികങ്ങളിൽ ഒന്ന് എന്നുള്ള നിലയ്ക്ക് ഈ തൃക്കാക്കര മഹാക്ഷേത്രത്തിനുള്ള പ്രാധാന്യം അത് ഒരു വൈഷ്ണവ മതത്തോട് ബന്ധപ്പെട്ടത് ആണ്. പക്ഷേ നമ്മളിന്ന് കേരളത്തിൽ വാമനമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ചാലും തൃക്കാക്കരയെ ബന്ധിപ്പിക്കുന്നത് മഹാബലി സ്മരണയോട് ആണ്. മഹാബലിയെ മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് അയച്ചു എന്നാണ് കഥ. പക്ഷെ ആ മഹാബലിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ഒപ്പം വാമനമൂർത്തിയെയും ആരാധിക്കുന്നു. അപ്പോൾ ചവിട്ടി താഴ്ത്തിയ ദേവനെയും ആരാധിക്കുന്നു, ചവിട്ടി താഴ്ത്തപ്പെട്ട അസുരനെയും ആരാധിക്കുന്നു. രണ്ടു കൂട്ടർക്കും തുല്യമായിട്ടുള്ള അംഗീകാരം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒട്ടാകെ ഇന്ത്യയിൽ, മഹാബലി കഥയ്ക്ക് ഇന്ത്യയിൽ ഒട്ടാകെ പ്രാധാന്യം ഉണ്ടാകേണ്ടതാണല്ലോ. വാമനാവതാരം എന്നുള്ളത് ദശാവതാരങ്ങളിൽ പ്രധാനമായ ഒന്നെന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലും മഹാബലി അറിയപ്പെടേണ്ട ഒരു കഥാപാത്രമാണ്. പക്ഷേ മറ്റൊരിടത്തും ഇങ്ങനെ മഹാബലിക്ക് പ്രാധാന്യം ഉള്ള ഒരു ക്ഷേത്രം, ഇവിടെ മഹാബലിയെ ഒരു പ്രതിഷ്ഠയായിട്ട് വിഗ്രഹമായിട്ട് ആരാധിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇരുന്നരുളിയ സിംഹാസനം എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥലം ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പൂജിച്ചിരുന്ന മഹാദേവ വിഗ്രഹം, തൃക്കാക്കരയിൽ വാമനമൂർത്തി മാത്രമല്ല മഹാദേവനും ഉണ്ട്. അപ്പോൾ മഹാദേവൻ്റെ വിഗ്രഹം അദ്ദേഹം പൂജിച്ചിരുന്നതാണ് എന്നും കൂടി ഐതിഹ്യമുണ്ട്.